നമസ്തേ. JS നവോദയ എൻട്രൻസ് കോച്ചിങ് സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഈ വർഷം 2024 ജവഹർ നവോദയ വിദ്യാലയയിൽ 6th സ്റ്റാൻഡേർഡ് കോട്ടയം ജവഹർ നവോദയ വിദ്യാലയയിൽ 6th സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ നേടിയ വിടുപിടുക്കനായ അഭിനവ് പ്രഭാഷുമായിട്ട് നമുക്കൊന്ന് അഭിനവിന്റെ വിശേഷങ്ങളും ആ അഡ്മിഷൻ കിട്ടാനുണ്ടായ സാഹചര്യങ്ങളും പിന്നെ അവന്റെ അംബീഷൻ എന്താണെന്നുള്ളതും ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിലേക്കായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഹായ് മോനെ, നമസ്തേ. നമസ്തേ. വിശേഷം എന്താണ്? വിശേഷം സുഖം, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ കോട്ടയം നവോദയയില് അഡ്മിഷന്റെ പ്രൊസീജിയർ എല്ലാം പൂർത്തീകരിച്ചില്ലേ? പൂർത്തീകരിച്ചു. കൂടെ ഇരിക്കുന്ന ആരൊക്കെയാ? അച്ഛനും ഉണ്ട്, അനിയനും ഉണ്ട്. എന്റെ ഫേസ് കാണത്തില്ല, ഇത്തിരി ഇങ്ങോട്ട് മാറിയിരുന്നു. അനിയന്റെ ഫേസ് ഒന്ന് കണ്ടു. അനിയന്റെ പേരെന്തായിരുന്നു? പ്രണവ്. പ്രണവ് ഏത് ക്ലാസ്സിലാണ് ചക്കരെ? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്? UPS ചക്കാമ്പുഴ സ്കൂളില്. ഗവൺമെന്റ് UPS ചക്കാമ്പുഴ. അവിടുത്തെ പ്രിൻസിപ്പൽ ആരായിരുന്നു? ഇപ്പൊ HM അനുപമ ടീച്ചർ. അനുപമ ടീച്ചറാണ്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആര്? എന്റെ ക്ലാസ് ടീച്ചർ സുനിത ടീച്ചർ ആയിരുന്നു. ടീച്ചറായിരുന്നു. ഓക്കെ. അവരോടൊക്കെ യാത്ര പറഞ്ഞോ? ഞാൻ TC എടുക്കാണ്. നവോദയ സ്കൂളൊക്കെ കിട്ടിയ കാര്യം വിളിച്ച പറഞ്ഞു. ഇനി സ്കൂള് തുറന്നില്ലാത്തത് കൊണ്ട് ആരെയും കാണാൻ സാധിച്ചു കാണത്തില്ല അല്ലേ? ശരിയല്ലേ? അതെ. ഓക്കെ. ഇനി അഭിനവ് ടീച്ചറിന്റെ കാസിനും കൂടെയാണ്. അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടുമുട്ടിയതാണ് അഭിനവിനെ. അഭിനവ് എന്റെ അച്ഛന്റെ സഹോദരി അല്ലേ? ടീച്ചറിന്റെ സിസ്റ്റർ ലോ ആണ്. അങ്ങനെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്. സാറ് ഒന്ന് പറയാമോ? അഭിനവിന്റെ ഫാദറാണ് പ്രഭാഷ് അല്ലേ? എങ്ങനെയാണ് നമ്മള് എന്നെ കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാം? ഞാന് ഇതിന് നവോദയയുടെ ആപ്ലിക്കേഷനെ കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ കിട്ടിയപ്പോ ഇങ്ങനെ എവിടെയെങ്കിലും ഓഫ്ലൈനോ ഓൺലൈനോ കോഴ്സ് ഉണ്ടോ എന്ന് തിരക്കി കണക്ക്. അപ്പൊ ആ കൂട്ടത്തിലാണെങ്കിൽ ഇതുപോലെ കോട്ടയത്തെ എന്റെ പെങ്ങളോട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ ഒരു കസിൻ ഉണ്ട് ഇവിടെ പഠിപ്പിക്കുന്നു. പുള്ളിക്കാരി നമ്പർ തന്നു, ജയ ടീച്ചറിന്റെ പേര് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ ടീച്ചറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരി വഴി കിട്ടിയതാണ് നമ്പർ. ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ട്, നല്ല കോച്ചിങ് സെന്റർ ആണ്, നീ വിളിച്ചു നോക്കാം. അപ്പൊ ഓൾറെഡി ഭയങ്കര ലേറ്റ് ആയിരുന്നു. ക്ലാസ് തുടങ്ങി രണ്ട് മാസത്തോളം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു. എന്തായാലും അന്നേരം കയറി പുള്ളി ക്ലാസ് അത്ര ലേറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ കുഴപ്പമില്ല, നല്ല രീതിയിൽ മൂവ് ചെയ്തു. സാറിന്റെ അഭിപ്രായം? സാധാരണ എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നത്, ഇപ്പൊ ചില പേരൻസ് ചോദിക്കാറുണ്ട്, ടീച്ചറെ ഓഫ്ലൈൻ ഉണ്ടോ? നമ്മള് ക്ലാസ്സിൽ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് ആണ് അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറയുന്നു. സാറിന്റെ അഭിപ്രായത്തിൽ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ സാറിന് തോന്നിയത് കൂടുതൽ? എനിക്ക് ഓൺലൈൻ തന്നെയാണ് കുട്ടികളെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം ഈ ഓഫ്ലൈൻ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങള്, പിന്നെ ഇതൊരു രാവിലത്തെ ടൈമിങ്ങിന് ഒരിക്കലും തരാം. ഫ്രഷ് മൈൻഡില് ഓൺലൈൻ ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ആ ടൈമിങ് ഏറ്റവും ഒരു മാസം നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ആ ടൈം കിട്ടത്തില്ല. രാവിലെ 5-5:30 സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓൺലൈൻ കോഴ്സ് തന്നെയാണെന്നുള്ള എന്റെ അഭിപ്രായം. ഓൺലൈൻ കോച്ചിങ് തന്നെയാണ്. അതായത് നമ്മളുടെ രാവിലത്തെ ബാച്ച് 5:30 ആയിരുന്നു. ആ 5:30 ഒരിക്കലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ താമസിക്കുന്നത് പ്രോപ്പർ പ്ലേസ് ഏതായിരുന്നു? പാലാണ്. പാലായിൽ നിന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഏകദേശം ഒരു 1 hour
ടൈം റണ്ണിങ് ഉണ്ട്. ആ. പിന്നെ പല സമയങ്ങളിൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചിനല്ല ക്ലാസ് എടുക്കുന്നത്. ഏതൊക്കെയാലും ഒരു കുട്ടിയുടെ ബ്രെയിനിലേക്ക് ഏകദേശം ഒരു 40 മിനിറ്റിലൊക്കെ ഉള്ള സ്റ്റോറിങ്ങിനുള്ള കപ്പാസിറ്റി വരത്തുള്ളൂ. പിന്നെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടേ നമുക്ക് പിന്നീട് ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് 2, 3, 4 മണിക്കൂറൊക്കെ ഇരുത്തി ചെയ്യിച്ചിട്ട് അതിനകത്ത് എത്രമാത്രം നമുക്ക് എബിലിറ്റി ടൈം കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ കുറവായിരിക്കും. നമ്മൾ കുറെ പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ ഇവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് സാറ്. പല പേരൻസിനോട് ഞാൻ ചോദിക്കാറുണ്ട്. കൂടുതലും കൊറോണ സമയത്ത് കുറെ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നപ്പോൾ കുട്ടികളുടെ അതൊക്കെ കണ്ടിട്ടാണ് ശരിക്കും അത് വേണ്ട, നമുക്ക് ഓൺലൈൻ ശരിയാവൂല എന്ന് തോന്നിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാറിന് തോന്നിയ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിന്? അത് വ്യത്യസ്തം നമ്മുടെ കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് സ്കൂളിൽ കൊടുക്കുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് കൂടുതൽ ടൈമിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ടൈം അല്ല, ഈ രാവിലത്തെ ടൈമും അല്ല, ഒരു 10 മണി ക്ലാസ് പോലെ 2 മണി 3 മണി ഈ ടൈമിംഗ് വരുന്നത്. പിള്ളേർ ശരിക്കും രാവിലെ വേറെ വർക്കിലൊക്കെ എല്ലാം കളിക്കാൻ പോകും, ആ ഇടയ്ക്ക് വരുന്ന സമയത്ത് കയറത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് പിള്ളേർക്കൊക്കെ, പിന്നെ അതുമല്ല പിള്ളേര് ആവശ്യമില്ലാതെ ഫോൺ യൂസ് ചെയ്ത് ചിലപ്പോൾ ക്ലാസ്സിൽ കയറി ചിലപ്പോൾ കയറത്തില്ലെന്ന് വരും, പറയാൻ പറ്റില്ല, നോക്കിയിരിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഒരു കറക്റ്റ് ടൈമിംഗ് ആണ്. നമ്മൾ അത് സപ്പോർട്ടായിട്ട് ഒരാളെ കൂടെ എന്ന് വെച്ചാൽ മതി. ഇവിടെ നിന്ന് കഴിയുമ്പോൾ രാവിലത്തെ ആ ടൈമിംഗ് തന്നെ കറക്റ്റ് ആയിട്ട് കയറി, അല്ല ഈവനിങ് ആണെങ്കിൽ ഈവനിങ്. എനിക്കിഷ്ടം രാവിലെ, അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഫ്രഷ് മൈൻഡിലെ പിള്ളേര് വന്ന് ഇരിക്കുമ്പം ഒരു കുറച്ചേ ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അങ്ങനെയാണ് എനിക്ക് അഭിനവിന്റെ ഒരു ഇതില് എനിക്ക് തോന്നുന്നത്. പുള്ളി നല്ല രാവിലത്തെ ആ ഫ്രഷ് മൈൻഡ് ചെയ്തുകൊണ്ട് ക്യാച്ച് ചെയ്യുന്നതാണ്. കാരണം ആ ഡിലേ പീരീഡ്, അത്ര 2 മാസം ഡിലേ വന്നിട്ടും പുള്ളി അത് ഓവർകം ചെയ്യുന്നതാണ്. വളരെ സന്തോഷം മോനെ. നമ്മുടെ പലതരത്തിലുള്ള ഗെയിമിലൂടെയാണല്ലോ നമ്മുടെ ക്ലാസ്സുകൾ പോയത്. മോനെ ഇഷ്ടപ്പെട്ട ഗെയിംസ് എന്തൊക്കെയായിരുന്നു ചക്രേ? ഫൺ വിത്ത് മെന്റൽ ട്രിക്സ്, മെന്റൽ എബിലിറ്റി, ആ, അങ്ങനെയുള്ളതിനോട് താല്പര്യമുള്ളത്. ഇഷ്ടമുണ്ടായിരുന്നത് അതായത് നമുക്ക് മെന്റൽ എബിലിറ്റി സെക്ഷൻ തന്നെ 50% മാർക്കുള്ളതായിരുന്നു. അത് തന്നെയാണ് മോന് ഇഷ്ടവും, അല്ലേ? മോന് ഇഷ്ടവും. പിന്നെ നമ്മുടെ സർപ്രൈസ് ടെസ്റ്റ്, കമ്പൈൻഡ് സ്റ്റഡി സെഷൻ, അതായത് നമ്മുടെ കുട്ടികൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു സെഷനാണ് കമ്പൈൻഡ് സ്റ്റഡി. പിന്നെ ടൈം ഓഫ് ജോയ്, നമ്മൾ OMR ഷീറ്റ് അങ്ങോട്ട് അയച്ചു തന്നിട്ട് മക്കള് ആ OMR ഷീറ്റ് ചെയ്തത് മോന് എത്രമാത്രം എക്സാമിനേഷന് പ്രയോജനകരമായിട്ട് കൂട്ടാ? അതെ, എനിക്ക് OMR ഷീറ്റിലും കറക്റ്റ് ആയിട്ട് ഏതിലാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ കറക്റ്റ് ആയിട്ടൊരു ഇത് അതിന്റെ ഒരു ബേസ് കിട്ടും. ഐഡിയ ഉണ്ടായിരുന്നു. OMR ഷീറ്റ് ആദ്യമായിട്ട് കാണുകയല്ലായിരുന്നു, അല്ലടെ ചക്കരെ? ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഏകദേശം 18 മോഡൽ എക്സാമിനേഷൻ നമ്മൾ ടൈം ഓഫ് ജോയ് എന്നാണ് മോഡൽ എക്സാമിന് പേരിട്ടത്. അങ്ങനെ 18ഓളം മോഡൽ എക്സാം മക്കളെ ചെയ്യിച്ചു. ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെൻഡ് ആക്കിയിട്ട് ഒരുപാട് സമയം 2 ദിവസമാണ് മക്കൾക്ക് തന്നെ, അല്ലേ? അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഓരോ ദിവസം കുറച്ച് പിന്നെ ലൈവ് എക്സാം. മക്കളെ 2 മണിക്കൂർ ടീച്ചറും നിങ്ങളും കൂടെ ഒരുപോലെ നിന്ന് ലൈവ് എക്സാം കൂടെ കടഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. കോട്ടയം നവോദയ സ്കൂള് കണ്ടിട്ട് മോനെ ഹാപ്പിയാണോ? അതെ, ഞാൻ വളരെ ഹാപ്പിയാണ്. ആണോ? പോകാൻ ഇഷ്ടമുണ്ട്? അതായത് അച്ഛന്റെ അമ്മയുടെയും നിർബന്ധം കൊണ്ടല്ലല്ലോ നവോദയ സ്കൂളിൽ പോകുന്നത്, അല്ലല്ലോ ചക്കരെ? താല്പര്യമുണ്ട് മക്കളെ? ആണോ? ഇഷ്ടമുണ്ട്. കളിക്ക ഏത് ഗെയിമാ കുട്ടിന് ഇഷ്ടം അവിടെ ചെന്നിട്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുറച്ച് 2-3 ഗെയിംസ് ഉണ്ട്. ആണോ? ഫുട്ബോളൊക്കെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ഫുട്ബോളും ക്രിക്കറ്റിനോടാ താല്പര്യം. ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റിനോടാണ് താല്പര്യം. ചെല്ലുമ്പോ അവര് ടീം ഡിവൈഡ്, എപ്പോഴും നിങ്ങള് വീട്ടിലോട്ട് പോരാൻ, അതായത് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോരാനുള്ള ശ്രദ്ധ കൊടുക്കല്ലേ. ഔട്ട് ഓഫ് സ്റ്റേഷൻ വരുമ്പോൾ നമ്മുടെ ചില ടീമുകൾ അവിടെ സെലക്ഷന്റെ സമയമാണെന്നുണ്ടെങ്കിൽ ആ സെലക്ഷൻ മോൻ വീട്ടിലായി പോയെങ്കിൽ മോന് സെലക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടാവാനൊരു സാഹചര്യം വരരുത് കേട്ടോ. പിന്നെ
മോനെ ആരാകാനാണ് ഇഷ്ടം? പട്ടാളക്കാരനാണ് ഇഷ്ടം. ആണോ? അതായത് നമ്മുടെ രാജ്യത്തിനെ സേവിക്കുന്ന ഒരു നല്ല സേവകനായിട്ട് മാറട്ടെ. അതിനകത്ത് ഏറ്റവും ടോപ്പ് ലെവൽ ആണെന്നറിയാമോ? നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മുടെ ക്ലാസ്സുകള് ചെയ്തോണ്ടിരുന്നത്. അതെ. അങ്ങനെ ആരായിരുന്നു പട്ടാളത്തിലെ ടോപ്പ് ഓഫീസർ? ആരായിരുന്നു? നോക്കില്ല, ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞില്ലേ? അതിനകത്ത് ക്യാപ്റ്റൻ ആണോ? ആരാണ് ചക്കരെ? കേക്കത്തില്ല. ക്യാപ്റ്റൻ ആകാനാണ്. ഓക്കെ. അങ്ങനെ നാളുകളില് മോന്റെ സ്വപ്നങ്ങളൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ട് ജെ ടീച്ചറിന്റെ പറ്റാവുന്നതൊക്കെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങളൊക്കെ ഫിസിക്കലി നിങ്ങളുടെ ഒന്നും തൊട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഏകദേശം ജെ ടീച്ചർ കയറിയിട്ടുണ്ടാവും അല്ലേ? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വൈകിട്ടും ഒക്കെ സമയം ഒരു ദിവസം തന്നെ. ആദ്യമൊക്കെ നമ്മള് വീക്കിലി 3 days ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഡെയിലി ക്ലാസ്സുകളാണ് കൊടുത്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സാമിനോട് അടുത്ത് നിന്നപ്പോൾ ഏകദേശം ഒരു ദിവസം തന്നെ 3 മണിക്കൂർ പല സമയങ്ങളില് മക്കളുടെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലെ? പിന്നെ ലൈവ് നിന്ന് ഫുള്ള് ക്ലാസ്സുകളായി. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷന്, അങ്ങനെ നിങ്ങളെ ഒരുപാട് സെഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ? ജെ ടീച്ചർ എപ്പോഴും വിളിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. പഠിക്കണമെന്നൊരു മൈൻഡാണോ അതോ ഭയങ്കര വല്ലാണ്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്തോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പ്രഷറായിട്ട് തോന്നിയില്ല. അല്ലെ മോൻ എൻജോയ് ചെയ്തോ? ക്ലാസ് എൻജോയ് ചെയ്തോടെ ചക്കരെ? ഞാൻ ക്ലാസ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതായത് കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാം എന്നതായിരുന്നു നമ്മുടെ സെഷൻ. ആ കഷ്ടപ്പെടാതെ തന്നെയാണ് മക്കളെ ഇഷ്ടപ്പെട്ട് പഠിച്ചത്. പിന്നെ നവോദയ സ്കൂളിലെ എക്സാമിന്റെ റിസൾട്ട് ആരാ ഡൗട്ടാ നോക്കിയത്? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് പറയാം ഡൗട്ടാ. അച്ഛനാണ് നോക്കി. നമ്മുടെ ഗ്രൂപ്പില് ഇങ്ങനെ ഒരു ലിങ്ക് വന്നായിരുന്നു. അപ്പൊ അച്ഛനത് എടുത്ത് നോക്കി. എന്റെ ഈ റോൾ നമ്പർ എല്ലാം അടിച്ചു കൊടുത്ത് നോക്കിയപ്പോ ആദ്യം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. യു ആർ പ്രൊഫഷണലി അഡ്മിഷൻ സെലക്ടഡ് അത് ശരിയായി കാണത്തില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടാമതും ചെയ്തപ്പോ അത് തന്നെയാ വന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ പോയി എന്റെ ഒരു കൂട്ടുകാരൻ അതിനകത്ത് അയച്ചപ്പോ അഡ്മിഷൻ കിട്ടിയെന്ന് ഇതിനകത്ത് ഇങ്ങനെ തന്നെ കാണിച്ചേക്കുന്നത്. എനിക്ക് ആദ്യം വന്നതുപോലെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഡ്മിഷൻ കിട്ടിയെന്ന് എഴുതിയേക്കുന്നതാണെന്ന്. ഞങ്ങൾ പാസ് ഇതാണെന്ന് മനസ്സിലായത്. അന്നേരം സന്തോഷം വന്നു. അപ്പൊ സന്തോഷായി അല്ലേ? പിന്നെ സാർ അഡ്മിഷന്റെ പ്രൊസീജിയറിന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെ കാര്യങ്ങൾ വന്നു? ഞങ്ങള് TC എടുക്കുന്നതിന് മുമ്പ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അല്ലേ? അല്ലേ ചക്കനെ? മെഡിക്കൽ വേണ്ടായിരുന്നോ? പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വേണമായിരുന്നു, താലൂക്ക് ഓഫീസിൽ നിന്ന്. അതൊക്കെ എടുത്തില്ലേ? എല്ലാം കൊടുത്തില്ലേ? ഓക്കെ. അവന്റെ അമ്മയുടെ പേരെന്നാ? ധന്യ. അമ്മ എന്നാ ചെയ്യുന്നേ? നേഴ്സാണ്. എവിടെ വർക്ക് ചെയ്യുന്നേ? കുവൈറ്റില് അല്ലേ? അച്ഛൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഇങ്ങനെ ഒരു ജോലി പോവാൻ നിൽക്കുകയാണ്. ഓക്കെ. എന്തായാലും കണ്ടതിൽ സന്തോഷം മോന്. അനിയൻകുട്ടന്റെ പേരെന്തായിരുന്നു? പ്രണവിന് നവോദയ സ്കൂള് കണ്ടായിരുന്നോട്ടെ ചക്കരെ? കോട്ടയം നവോദയ പോകാനായിട്ട് അച്ഛൻ കൊണ്ടുപോയി മോനെ? ഇവനാ മിക്കപ്പോഴും പോവാറ്. അത് ശരി. കണ്ടപ്പോ മോന് കോട്ടയം നവോദയ സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടപ്പെട്ടോ? നവോദയയിൽ പോകണമെന്ന് ഇഷ്ടം വന്നോ? കേട്ടില്ല.
നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലെ? അവിടെ പോയി മോൻ എന്നാ കളിക്കാനാ ഇഷ്ടം? ആ എന്ത് ഗെയിമാണ് ചക്കര ഇഷ്ടം? ആ ഫുട്ബോളും അങ്ങനെയൊക്കെ കളിക്കാനുള്ള ഇഷ്ടമുണ്ട്. ഫുട്ബോളൊക്കെ കളിക്കാൻ പക്ഷെ സ്കൂളില് നവോദയ സ്കൂളില് അങ്ങനെ ആവുമ്പോ പഠിക്കണ്ടേ നമുക്ക്? പഠിക്കണം. ഇവിടെ ഇത് ഈ ഒരു ഇതോടെ കടന്നു കഴിയുമ്പോ എന്റെ അടുത്തോടെ എഴുതി കഴിഞ്ഞാല് ഇപ്പൊ ചേട്ടൻ കയറിയ പോലെ തന്നെ ചേട്ടനുണ്ട് ഇപ്പൊ ഇനി അവിടെ അല്ലെ? ഇപ്പൊ ചേട്ടന് ഒരുപാട് കൂട്ടുകാർ അവിടെ ഉണ്ട്. നമ്മുടെ ഈ വർഷം കോട്ടയം നവോദയയിൽ തന്നെ 11 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോച്ചിങ് സെന്ററിലെ തന്നെ. കൂടാതെ 7th 8th 9 10 11 12 +1 +2 വരെ നമ്മുടെ എല്ലാ നമ്മുടെ കോച്ചിങ് സെന്ററിൽ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരും അപരിചിതരാകത്തില്ല കേട്ടോ. അവിടെ ചെന്ന് കൂട്ടൊക്കെ പിടിച്ചില്ലേ? ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കൂട്ടുകാരൊക്കെ ആയില്ലേ? സാറിന് പരിചയമായില്ലേ? മറ്റേ പേരൻസും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ആയില്ലേ? കണ്ടു. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്ട് ആയി കഴിയുമ്പോ പിന്നെ നമുക്ക് അത്യാവശ്യം അല്ലെ ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യാനും ഇനിയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അതിനുള്ള വിവരങ്ങളൊക്കെ കിട്ടാനും ഒക്കെ കിട്ടും. നന്നായിട്ട് പഠിക്കാം. മോന്റെ ലക്ഷ്യത്തിലെത്താനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ കിട്ടും. നല്ല സ്കൂളാണ്. ഇത് കേരളത്തിലെ ലീഡിംഗ് സ്കൂള് ജവഹർ നവോദയ വിദ്യാലയ, സൈനിക കേന്ദ്രീയ വിദ്യാലയമാണ്. അതിന് ആ 3 സ്കൂളിലേക്കും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ജവഹർ നവോദയ വിദ്യാലയം തന്നെയാണ്. പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഒപ്പം തന്നെ കളിക്കാനും കൂടെ ചക്കരയ്ക്ക് പറ്റും. ഒപ്പം തന്നെ നിങ്ങൾ 10th 12th എത്തുമ്പോൾ മോന്റെ മാർക്ക് അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് മാത്രമേ അവിടെ നിന്ന് ഇറങ്ങി പറ്റുള്ളൂ. ഏറ്റവും സ്റ്റഫ്ഡ് ആൻഡ് സ്കിൽഡ് സ്റ്റുഡൻസിനെ ഷേപ്പ് ചെയ്യുന്ന സ്കൂളാണ് ജവഹർ നവോദയ വിദ്യാലയം. മോന്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊണ്ട് സാധ്യമാകട്ടെ എന്ന ആശംസകളോടുകൂടി ജെ ടീച്ചർ ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തുന്നു. വരുമ്പോൾ ഇനി ജെ ടീച്ചറിനെ കോൾ ചെയ്യണം, കാണണം, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം. ഇനിയും നമുക്ക് കാണാം. ഓക്കെ മക്കളെ, നമസ്തേ. നമസ്തേ പറഞ്ഞേടാ കുട്ടാ. നമസ്തേ.